എങ്കിൽ നാം ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അവരിൽ സംഭവിച്ചിട്ടുള്ള ഷിർക്ക് എന്തായിരുന്നു? ഇത് വളരെ ഗൗരവത്തിൽ നാം പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫിലെ 106-ാമത്തെ വചനം തൽക്കാലം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. വേറെയും വചനങ്ങളുണ്ട്, ഈ ഒരു വചനം മാത്രം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഈ വചനത്തിലുള്ളത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനിൽ ശിർക്ക് വെച്ചുകൊണ്ടല്ലാതെ. അപ്പോൾ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഏതാണ് ആ വിശ്വാസം? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയട്ടെ, അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മിൻ ഈമാനിഹിം, അവരുടെ ഈമാനിൽപ്പെട്ടതാണ്. എന്താണ് അവരുടെ ഈമാനിൽപ്പെട്ടത്? ഇദാ ഖീല ലഹും, അവരോട് ചോദിക്കപ്പെട്ടാൽ, മൻ ഖലഖസ് സമാവാതി വമൻ ഖലഖൽ അർദ വമൻ ഖലഖൽ ജിബാൽ ഖാലു അല്ലാഹ്. ആകാശങ്ങളെ, ഭൂമിയെ, പർവ്വതത്തെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. ഇതാണ് അവരുടെ ഈമാൻ. അപ്പോൾ ഈ കാര്യങ്ങളിൽ അവർ വിശ്വസിച്ചിരുന്നു. നമ്മൾ ആരും നെറ്റിച്ചൊളിച്ചിട്ട് കാര്യമില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നതാണ്. സ്വഹാബികൾ വിശദീകരിച്ചു തരികയാണ്, മുഫസ്സിരീങ്ങൾ ഉദ്ധരിച്ചു തരികയാണ്. വഹും മുശ്രികൂന ബിഹി, എന്നിട്ടും അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർത്തിരുന്നു. അപ്പോൾ എന്താണ് ആ പങ്കു ചേർക്കൽ? അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് വീണ്ടും. വഹാകദാ ഫി സ്വഹീഹൈനി അന്നൽ മുശ്രികീന കാനൂ യഖൂലൂന ഫീ തൽബിയതിഹിം. അവരുടെ ഷിർക്ക് എന്താണ് എന്ന് അവരുടെ തൽബിയത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണ് അവരുടെ ഷിർക്ക്? അവർ പറഞ്ഞിരുന്നു ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല, ഇല്ലാ ശരീകൻ ഹുവ ലക, എന്നാൽ ചില പങ്കുകാരുണ്ട്, പക്ഷേ അവർ നിന്റേതാണ്, നിന്റെ ഉടമസ്ഥതയിലുള്ള നിന്റെ അടിമകളാണ്. തംലികുഹു, അവരെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും നീയാണ്. വമാ മലക്, അവർക്ക് എന്തെല്ലാമുണ്ടോ അതും നിന്റേതാണ്. എല്ലാം നിന്റേതാണ്. അവരും നിന്റെ അടിമകളാണ്. അവരുടെ കൈകളിൽ എന്തെല്ലാമാണോ ഉള്ളത് അതെല്ലാം നീ കൊടുത്തതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കീഴിലുള്ള, അള്ളാഹുവിന്റെ അടിമകളായ, ഉടമകളല്ല, സ്രഷ്ടാക്കളല്ല, അള്ളാഹുവിന്റെ അടിമകളായ, അവന്റെ ആധിപത്യത്തിന് കീഴിലുള്ള, അവൻ നൽകിയത് മാത്രമുള്ള ചില ആളുകൾ അവർക്കുണ്ടായിരുന്നു. ഇതാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത്. അവരുടെ തൽബിയത്തിൽ ഇത് അവർ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. അവരിത് പറഞ്ഞു എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന കുറ്റമറ്റ സനദോടുകൂടിയുള്ള ഹദീസാണ്. ഇത് മുഫസ്സിരീങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുമുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുന്നതോടൊപ്പം അവന്റെ അടിമകളിൽ തന്നെ പെട്ട ചില ആളുകളെ, അള്ളാഹു കൊടുത്ത കഴിവുള്ള ആളുകളെ അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തു. അപ്പോൾ അവർ ചെയ്ത ശിർക്ക് എന്ന് പറഞ്ഞാൽ ഈ നിലക്ക് അള്ളാഹുവിന്റെ അടിമകളായ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ അവർ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതാണ്.